ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡിയർ ഗ്രാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാണാതായിട്ടുള്ള തന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദം ചെയ്യുന്നു. പക്ഷേ അതിലൊരു തെറ്റ് സംഭവിക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ടുപോലും നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. അതെന്താണ് ആ ഒരു കാര്യങ്ങൾ എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പൊ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തില് ഒരു പുഴയിലടുത്തായിട്ട് ഒരമ്മയും മകളും ഇങ്ങനെ നിൽക്കാണ്. അമ്മയാണെങ്കിൽ നല്ല പ്രായമായിട്ടുണ്ട്. അതുപോലെ അതെ അവരുടെ മുന്നിലായിട്ട് 2 ബക്കറ്റുകളിലായിട്ട് കുറെ മീനുകളുണ്ട്. അപ്പൊ ഈ ഒരു മകള് ആ ഒരു അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ ഈ ഒരു മീനിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പുഴയിൽ ഇടാനായിട്ട് നിന്നത് അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് അമ്മ വിചാരിച്ചതുപോലെ ഈ മീനുകളല്ല, അമ്മ വാങ്ങിക്കൊണ്ടുവന്നത് മാറിപ്പോയി. അതുപോലെ ഇപ്പോഴാണെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലാണ്. മീനിനെ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ജീവനോടെ നിൽക്കത്തില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു അമ്മയോട് പറയുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശിയാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് വല്ല ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ ഒരു സ്വയബോധം ഇല്ലാതെ സംസാരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു മകൾക്കാണെങ്കിൽ എന്തോ ഒരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഫോൺ എടുത്തിട്ട് ആ ഒരാളോട് സംസാരിക്കാണ്. ഇല്ല സാർ, കഴിയത്തില്ല, ഞങ്ങൾ പബ്ലിക് കമ്പനിയാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആഹാ, ആ ഒരു മുത്തശ്ശി അവിടെ കാണാനില്ല. ആ മുത്തശ്ശിയുടെ 2 ചെരുപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പൊ മുത്തശ്ശി എവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല. ഒരുപാട് നേരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല കൂടുതലാണ്, മുത്തശ്ശിയെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ആ ഒരു മുത്തശ്ശിയുടെ മകളുണ്ടല്ലോ, അവർ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് എല്ലാം ചെയ്ത് ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേക്കാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീടിനകത്തേക്ക് വന്നിട്ട് ആരോടെ ഫോണിലേക്ക് സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നീ ആണെങ്കിൽ എന്നോട് ഇത്രയും നേരം സംസാരിച്ചാല് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് നല്ലതുപോലെ ഇങ്ങനെ കരയുന്നു. അതേസമയം വീടിനകത്ത് നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അത് ഈ ഒരു ലേഡിയുടെ മകളാണ്, ആ ഒരു മുത്തശ്ശിയുടെ കൊച്ചുമകള്. അപ്പൊ അവളും നേരെ ഇവിടേക്ക് വന്നിട്ടാണ്, അല്ല മുത്തശ്ശി എവിടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവരാണെങ്കിലും ഒന്നും മറുപടി ഒന്നും പറയാതെ അവിടെ ഇരുന്ന് അങ്ങ് കരയാണ്. ഇത് കാണുന്നതും ആ ഒരു മകൾക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന ചായ കപ്പുണ്ട് അതെടുത്തൊരു ഒറ്റയേറ് എന്നിട്ട് പറയും, മര്യാദയ്ക്ക് പറഞ്ഞു മുത്തശ്ശി എന്താ ഇവിടേക്ക് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും, ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ നടന്നുപോയി എന്നെല്ലാം പറഞ്ഞിട്ട് നല്ലതുപോലെ ഇങ്ങനെ കരയും. അതുമല്ല ഇന്നാണെങ്കിലോ ആ ഒരു മുത്തശ്ശിയുടെ ജന്മദിനം കൂടിയാണ്, അതുകൊണ്ടാണ് നല്ലൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മീനിനെ വാങ്ങി പുഴയിലേക്ക് കൊണ്ടിടാന്നും പറഞ്ഞിട്ട് പോയത്. പക്ഷെ അവിടെ വെച്ചിട്ട് അങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചിലരൊക്കെ അമ്മയെ മീൻ മാർക്കറ്റിൽ വെച്ച് കണ്ടതായിട്ട് പറഞ്ഞു, പക്ഷെ ഇതുവരെയും അമ്മ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ഇരുന്ന് കരയാണ്. അപ്പോഴേക്കും ആ ഒരു മകളാണെങ്കിലും പറയുന്നുണ്ട്, കണ്ടോ നിന്നെ കൊണ്ട് നിന്റെ സ്വന്തം അമ്മയെ പോലും നോക്കാൻ കഴിയത്തില്ല, പിന്നെ എങ്ങനെ നീ മറ്റുള്ളവരെ നോക്കുന്നേ? വെറുതെ അല്ല അച്ഛൻ നിങ്ങളെ വിട്ടിട്ട് പോയത്, ഈ ഒരു കുടുംബത്തിന്റെ ശാപം നിങ്ങൾ തന്നെയാണ് എന്നെല്ലാം പറഞ്ഞ് അവളുടെ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അവളും മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് ഡോർ നല്ലതുപോലെ അടച്ച് അകത്ത് പോയിരുന്ന് തന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ ചാറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അമ്മ ഒരുപാട് കരയുന്നുണ്ടല്ലോ, പോയി സമാധാനിപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ പോകത്തില്ല, കാരണം എനിക്കാണ് വിഷമം ഇവിടെ കൂടുതൽ, അവരെന്നെ വളർത്തിയ രീതി അതുപോലെയാണ്, എനിക്ക് എന്റെ അമ്മയെ വേണ്ട, എനിക്ക് എന്റെ മുത്തശ്ശിയെ മാത്രം മതി എന്നെല്ലാം ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ല ഒരുപക്ഷെ നിന്റെ മുത്തശ്ശി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിലോ നീ ചെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കാരണം നിന്റെ മുത്തശ്ശിക്ക് ഈ ഹൈഡ് ആൻഡ് സീക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല ഒരു മുത്തശ്ശിയാണെങ്കിലും മാനസികമായിട്ട് അത്ര നല്ല രീതിയിലല്ല, അതുകൊണ്ട് ആ ഒരു രീതിയിൽ എവിടെയെങ്കിലും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കുകയാണോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളാണെങ്കിലും പെട്ടെന്ന് അത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ അവളുടെ ആ ഒരു ജനാല തുറന്ന് അടുത്ത വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിലൊരു പയ്യനാണ് താമസിക്കുന്നത്. അവൻ ആ ഒരു ജനാല വഴി ഇവിടേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു കർട്ടൻ അങ്ങ് ക്ലോസ് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ 3 പേരും, ഈ ഒരു കൊച്ചുമാള്, അവളുടെ അമ്മ, പിന്നെ അവര് മുത്തശ്ശി, ഇവര് 3 പേരായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു കൊച്ചുമകളുണ്ടല്ലോ, അവളെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പോൾ അവളാണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് താഴെ നിന്ന് ശബ്ദം കേൾക്കുന്നു, അവളുടെ അമ്മ സംസാരിക്കുന്നതാണ് ആരോടോ. എന്നാൽ രാത്രി മുതൽ ഞാൻ അന്വേഷിക്കുകയാണ്, പക്ഷെ ഇതുവരെ അമ്മയെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾ എന്താ തമാശ കളിക്കാണോ? പിന്നെ പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ പോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുമല്ല ദേഷ്യം കാരണം, അതുമല്ല സംസാരിക്കുന്ന ആളോടുള്ള ദേഷ്യം കാരണം താഴെ ഒരുപാട് ശബ്ദമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് സാറയാണെങ്കിലും പെട്ടെന്ന് മുകളിലേക്ക് കയറി വന്ന് ആ ഒരു ബെഡ്ഷീറ്റ് മൂടിയിട്ട് അവൾ അവിടെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് അവളുടെ അമ്മ ഇപ്പോൾ കാറും എടുത്തിട്ട് വെളിയിലേക്ക് എവിടെ പോവാണ്. അത് കഴിഞ്ഞിട്ട് അവരാണെങ്കിലോ ഈ ഒരു കാറും കൊണ്ട് ഏതോ ഒരു സ്ഥലത്ത് വന്ന് അവിടെ കാർ പാർക്ക് ചെയ്ത് കാറിനകത്ത് നിന്നും കാണാതായിട്ടുള്ള അമ്മയുടെ ചെരുപ്പുണ്ടല്ലോ, ആ 2 ചെരുപ്പും എടുത്തിട്ട് എവിടേക്കും ഇങ്ങനെ കയറി പോവാണ്. അപ്പൊ ഇവര് പോകുന്ന ആ സ്ഥലത്തേക്ക് എന്തായാലും കാർ പോകത്തില്ല, അതുകൊണ്ട് ഒരുപാട് നടക്കാനുണ്ട്. കുറെ ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ എല്ലാം കയറിയിട്ട് അവസാനം ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്താണെന്ന് വെച്ചാല് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോലീസിനെ കൊണ്ടോ കഴിയുന്നില്ല, അതുകൊണ്ട് മന്ത്രവാദത്തിലൂടെ
തന്റെ അമ്മ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചെരുപ്പും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആൾറെഡി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരുടെ ചെരുപ്പുകളെല്ലാം വെളിയിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഒരുപാട് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഓരോ ചെരുപ്പുകളായിട്ട് ഇങ്ങനെ കുറഞ്ഞു പോവാണ്. അങ്ങനെ ഒരുപാട് നേരം അവിടെ ഇരുന്ന് അവരാണെങ്കിലും നല്ലതുപോലെ ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും അതിനകത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ശരി ഇനി നിങ്ങളുടെ അവസരമാണെന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവരകത്തേക്ക് പോയിട്ടാണ് ആ ഒരു ചെരുപ്പ് കാണിച്ച് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ ആ ഒരു മന്ത്രവാദിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അതെല്ലാം കഴിയും, നിങ്ങളുടെ അമ്മ ഇവിടെയൊക്കെ തന്നെയുണ്ട്, പക്ഷെ ഏതോ ഒരു പിശാച് അവരെ തടഞ്ഞു വെച്ചേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ചിട്ട് പോലും നിങ്ങൾ അമ്മയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്. ആ ഒരു അമ്മയ്ക്ക് പോലും നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരാനും കഴിയാത്തത്. അപ്പൊ അവർ ചോദിക്കും അല്ല ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ചടങ്ങ് നടത്തണം. ആ ഒരു ചടങ്ങ് ചെയ്തിട്ട് 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അമ്മ എന്തായാലും തിരിച്ചു വരും. പക്ഷെ ആ ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല, നിങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ അവരാണെങ്കിലും ആ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് സമ്മതിക്കാണ്. അങ്ങനെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ വെച്ച് തന്നെ ചെയ്തിട്ട് ആ ഒരു മുത്തശ്ശിയുടെ ചെരുപ്പുണ്ടല്ലോ അതിലെന്തൊക്കെയോ വെച്ച് കെട്ടി അവരുടെ ഫോട്ടോയും വെച്ച് അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു മന്ത്രവാദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെരുപ്പം കൊണ്ട് വീട്ടിൽ പോകുന്നത് വരെയും ആ ഒരു മുത്തശ്ശിയെ പറ്റി മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ, നിങ്ങളുടെ അമ്മയെ പറ്റി മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നിലോട്ടും നിങ്ങളുടെ ചിന്ത പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് മറ്റേതെങ്കിലും ഒരു ആത്മാവായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ശ്രദ്ധ മാറ്റാതെ നിങ്ങളുടെ അമ്മയെ പറ്റി മാത്രം ചിന്തിച്ച് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറയുന്നതും ആ ഒരു ലേഡി ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്ത് ആ ഒരു ലേഡി ആണെങ്കിലും തന്റെ അമ്മ എങ്ങനെയും വീട്ടിൽ വരണമെന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ആ ഒരു മുത്തശ്ശിയുടെ ചെരുപ്പെടുത്ത് അവരുടെ കട്ടിലേക്ക് വെച്ചിട്ടാണ് പറയുന്നത് അമ്മ തിരിച്ചു വാ പ്ലീസ് എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞ ആ ഒരു റൂമിൽ നിന്ന് തിരിച്ചു വരികയാണ്. അങ്ങനെ ആ ഒരു റൂമിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ വെളിയിൽ നിൽപ്പുണ്ട്. പക്ഷെ അവളാണെങ്കിലോ അവളുടെ അമ്മയോട് ഒരിക്കലും മിണ്ടത്തില്ലാന്ന് തോന്നുന്നു. രണ്ടുപേരും അത്ര മൈൻഡ് ഇല്ലാതെ അത് കഴിഞ്ഞിട്ട് സാറയാണെങ്കിൽ നേരെ റൂമിലേക്ക് ചെന്ന് അവളുടെ ഫ്രണ്ടിനോട് അങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്രണ്ടിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണ്, ആവശ്യമില്ലാതെ പണം കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനെ ഒരു അമ്മ വേണ്ട, എനിക്ക് പുതിയൊരു അമ്മയെ വേണമെന്നല്ല ആ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ ഇപ്പോഴും ജനാല വഴി ഇവിടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. അതേ സമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും സമയം ഇപ്പോൾ രാത്രി 1:30 അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു ദിവസമായി. കാണിക്കുമ്പോഴത്തേക്കും സാറയും അവളുടെ അമ്മയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് മൊബൈൽ വെച്ചിട്ട് ആ ഒരു ലേഡി ആണെങ്കിലും റൂമിൽ മുഴുവനായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ ദിവസം ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ റൂം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ബെഡ്ഷീറ്റ് എല്ലാം മടക്കി തന്റെ അമ്മ തിരിച്ചു വരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തില് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ദിവസവും അവളുടെ അമ്മ വന്നിട്ടില്ല, ആ ഒരു മുത്തശ്ശി വന്നിട്ടില്ല. അതുപോലെ ഓഫീസ് വർക്ക് ആണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ അവരോടും പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ദിവസമായി. ഇപ്പൊ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് വെളിയിൽ. അതുപോലെ ഈ ഒരു ചടങ്ങ് ചെയ്തിട്ട് 3ാമത്തെ ദിവസം അവരുടെ അമ്മ വരുമെന്നാണ് ആ ഒരു മന്ത്രവാദി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മുത്തശ്ശിയെ കാത്ത് സാർ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതുപോലെ ഞാൻ പറഞ്ഞില്ല അന്നേ ഇത് വെറും അന്ധവിശ്വാസമാണെന്ന്, വെറുതെ പണം കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു അമ്മയെ കിട്ടിയാലേ എനിക്ക് നല്ല വിഷമമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാനായിട്ട് വരും, പക്ഷെ അയക്കത്തില്ല. അതേസമയം വെളിയിൽ എന്തോ നായ കുരയ്ക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അവളാണെങ്കിലും കർട്ടൻ മാറ്റി വെളിയിലേക്ക് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആ ഒരു പയ്യൻ ഇപ്പോഴും നോക്കി നിൽക്കാണ്. പെട്ടെന്ന് അവനും കർട്ടൻ മൂടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നതും അതേസമയം തന്നെ ഇവിടെ ആ ഒരു കാർ കിടക്കുന്ന ഭാഗത്തേക്ക് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ കാറിന് അടുത്തായിട്ട് ആരോ നടന്നു വന്നതുപോലെ ഈ കാലിന്റെ പാടണല്ലോ അതിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ പുറകെ തന്നെ അവളുടെ അമ്മ വന്നിട്ട് മുത്തശ്ശി വന്നു എന്നിങ്ങനെ സന്തോഷത്തോടെ പറയുന്നതും അവളാണെങ്കിൽ ഓടി റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇപ്പൊ അവളുടെ അമ്മ അവിടെ ഇരുന്നിട്ട് ആ ഒരു മുത്തശ്ശിയുടെ കാല് നല്ലതുപോലെ കഴുകി കൊടുക്കണം, കാരണം ചെളിയോ എന്തോ പറ്റിയിട്ടാണ്. അപ്പൊ സാറ് നോക്കുമ്പോൾ തന്നെ അവളുടെ അമ്മ നല്ലതുപോലെ കാലെല്ലാം കഴുകി ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. നടന്നു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചെളിയും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ മുറിഞ്ഞിട്ടെല്ലാം ഉണ്ട്. അപ്പൊ സാറയുടെ അമ്മ പറയും അമ്മ എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ ഒന്ന് കാണിക്കാന്ന് പറയുമ്പോൾ ആ ഒരു മുത്തശ്ശി പറയും ഹേയ് അതിന്റെ ഒരു ആവശ്യവുമില്ല, എനിക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം, അതുപോലെ നല്ല മുട്ടുവേദനയുണ്ട്, കുറച്ച് റെസ്റ്റ് എടുത്താൽ മാത്രം മതി. എന്നിട്ട് സാറേ നോക്കിയിട്ടാണ് ഹേയ് നീ ഇവിടെ തന്നെ ഉണ്ടോ? മുത്തശ്ശി വന്നു, ഒരു കുഴപ്പമില്ല, വെറുതെ ഉറക്കം കളയാതെ പോയി കിടന്ന് ഉറങ്ങിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ കാണാന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് സാറയാണെങ്കിലും പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് നേരെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു മെസ്സേജ് അയക്കാണ്. ഇന്നലെ മുത്തശ്ശി വന്നു, അമ്മ കാലെല്ലാം കഴുകി കൊടുത്തു, അതെല്ലാം ഞാൻ കണ്ടിരുന്നു, ഇനിയിപ്പോൾ സ്വപ്നമാണോ സത്യമാണോ എന്നറിയത്തില്ല, ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വരാണ്. അങ്ങനെ ആ ഒരു ഫോണാണല്ലോ അവിടെ വെച്ചിട്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് നേരെ ആ ഒരു റൂമിനടുത്തേക്ക് നടന്നു ചെല്ലുന്നു. നോക്കുമ്പോൾ അവിടെ ആ ഒരു ജനലിനടുത്തായിട്ട് ചെറിയ രീതിയിൽ കാറ്റിലടിക്കുന്നുണ്ട്, ഒരു വല്ലാത്തൊരു അന്തരീക്ഷം പോലെ. അങ്ങനെ അവളാണെങ്കിലും പതിയെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി ഇപ്പോൾ റൂമിൽ കാണാനില്ല. ഇനി ഇന്നലെ കണ്ടത് വേറെ സ്വപ്നമായിരിക്കോ? അതുമല്ല കട്ടിലിനടിയിലായിട്ട് എന്തോ ഒരു കാര്യം തട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ കപ്പാണ്, അത് ഈ ഒരു കട്ടിലിന്റെ കാലിൽ ഇങ്ങനെ ഇടിക്കുകയാണ്, എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അവളാണെങ്കിലും പാതി അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റുന്നതും പെട്ടെന്ന് അവളുടെ മുകളിലേക്ക് എന്തോ ഇന്ന് ഓടിക്കയറുന്നു, അതൊരു പല്ലിയായിരുന്നു. അവളാണെങ്കിലും പേടിച്ചിട്ട് ആ ഒരു ഡ്രസ്സ് ഊരി മാറ്റി
അത് താഴേക്കിട്ട് അതിനിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ജനാലയുടെ വശത്തേക്ക് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആ ഒരു പയ്യൻ ഇപ്പോൾ ആ ഒരു ജനാലയുടെ അടുത്ത് നിന്നിട്ട് അവളെ തന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ അവൾ വിചാരിക്കും ഇവനായിരിക്കും ആ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞ് ഇവനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ആ ഒരു കട്ടിലേക്ക് കിടന്നിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ മൂടാണ്. അത് അവനോടുള്ള ആ ഒരു വെറുപ്പ് കൊണ്ടാണ്. എന്നിട്ട് അങ്ങനെ മൂടി കിടക്കുമ്പോൾ അടുത്ത് എന്തോ കിടക്കുന്നത് പോലെ പെട്ടെന്ന് തിരിയുന്നതും ആഹാ കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ ഗോസ്റ്റ് അടുത്ത് കിടക്കുന്നതും ഇത് കണ്ട് അവൾ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റ് താഴേക്ക് വന്നിരുന്നിട്ടാണ് മുത്തശ്ശി നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ ഗോസ്റ്റ് ആണെങ്കിലും അങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് മുകളിലെ തുണിയെല്ലാം വിരിച്ചിട്ട്. അപ്പൊ അവളാണെങ്കിലും മുത്തശ്ശി ഇത് നിങ്ങൾ തന്നെയാണോ മറുപടി പറയ് മുത്തശ്ശിയല്ലേ എന്ന് ചോദിച്ചു പതിയെ നടന്ന് അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു തുണി എടുത്ത് മാറ്റുന്നതും ആ ഒരു മുത്തശ്ശി തന്നെയാണ്. ഒരു കുഴപ്പമില്ല, ഇനിയിപ്പോ ആ ഒരു പ്രേതത്തെ കണ്ടതുപോലെ അവൾക്ക് തോന്നിയതായിരിക്കും, ഞാൻ നല്ലതുപോലെ തന്നെ പേടിച്ചു കേട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് അവളും പേടിച്ചിട്ട് ആ ഒരു മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവരിരുന്ന് അങ്ങനെ സംസാരിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മുത്തശ്ശി ഇപ്പോ അവളുടെ റൂമിലേക്ക് കയറി വന്നു. അപ്പോഴാണ് അവൾ ചോദിക്കുന്നത് അല്ല മുട്ടുവേദനയൊക്കെ പോയോ, എന്റെ റൂമിലേക്ക് എങ്ങനെ കയറി വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് വേറെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അവൾ പറയും എന്താ ചെവി കേൾക്കാൻ കഴിയത്തില്ലേ, മുട്ടുവേദന അതിനെന്തായെന്ന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ വേദനയുണ്ട്, പിന്നെ ഇതിന്റെ മുകളിലേക്ക് കയറി വന്നേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സാറയാണെങ്കിലും ഞാനും തിരിച്ച് മുത്തശ്ശിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ മടിയിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ അവർ മുത്തശ്ശിയാണെങ്കിലും തലയിൽ കൈ വെച്ചിട്ട് അങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പൊ സാറ് പറയും അമ്മ നിന്നെ കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്, മുത്തശ്ശി അല്ലാതെ എനിക്ക് വീട്ടിൽ ആരാ വേറെ എന്നെല്ലാം പറഞ്ഞ് അവള് നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ സാറയുടെ അമ്മയെ കാണിക്കുമ്പോൾ ജോലി സ്ഥലത്തിരിക്കുന്ന സാറയുടെ അമ്മയ്ക്ക് ഏതൊരു ഫോൺ കോൾ വരുന്നു. അതെടുത്ത് സംസാരിക്കുന്നതും പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് എവിടേക്കോ പോവാണ്. എന്താണ് കാര്യം എന്നറിയാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ സാറയാണെങ്കിലും അവളുടെ മുത്തശ്ശിയോട് മുത്തശ്ശി കുട്ടിക്കാലത്ത് എനിക്കൊരു പാട്ട് പാടിത്തരത്തില്ലേ, അതൊന്ന് പാടിത്തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയാണെങ്കിലും അവൾക്ക് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊടുക്കുന്നു. അതേസമയം ഇവിടെ സാറയുടെ അമ്മയെ കാണിക്കുമ്പോൾ സാറയുടെ അമ്മ ഇപ്പോൾ ഒരു പുഴയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുമല്ല അവളെ വിളിച്ചത് പോലീസാണ്. അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറെ ഒന്നുമല്ല, ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ ഇപ്പൊ വീട്ടിലേക്ക് വന്ന ആ ഒരു മുത്തശ്ശിയുടെ ശരീരം ഈ ഒരു പുഴയിൽ നിന്ന് കണ്ടെടുത്തു എന്നും പറഞ്ഞിട്ട് പോലീസുകാർ ഇങ്ങനെ കാണിക്കുന്നതും മുത്തശ്ശി മരിച്ചെങ്കിൽ അവിടെ വീട്ടിലുള്ളതാരാണ് എന്നും പറഞ്ഞിട്ട് അവരാണെങ്കിലും ഓടി കാറിലേക്ക് വന്നിരുന്നു. ആദ്യം തന്നെ സാറയാണ് വിളിക്കുന്നത്. പക്ഷെ സാറയാണെങ്കിലോ ഫോൺ താഴെ വെച്ചിട്ട് പോയത് കൊണ്ട് കോൾ വന്നത് അവൾ കണ്ടതുമില്ല, അതിനെപ്പറ്റി അറിയാനും കഴിയുന്നില്ല. അപ്പോഴാണ് അവരും ഈ ഒരു ചടങ്ങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മന്ത്രവാദി പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നത്. ആ ഒരു ചടങ്ങ് ചെയ്തതിന് ശേഷം ഈ ഒരു ചെരുപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേറൊരു കാര്യം ചിന്തിക്കരുത്, വേറെ ആരെ പറ്റിയും ചിന്തിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു മുത്തശ്ശിക്ക് പകരം വേറെ ഏതോ ഒരു ആത്മാവ് ഈ വീടിനകത്തേക്ക് കയറി വന്നിട്ടുള്ളത്. അതേസമയം ഇവിടെ ഈ ഒരു മുത്തശ്ശിയെ കാണിക്കുമ്പോൾ സാറയുടെ തലയിലെ ആ ഒരു മുടിയുണ്ടല്ലോ പതിയെ ഇങ്ങനെ തടവി കൊടുത്ത് ആ ഒരു കൈ പാതി അവളുടെ കഴുത്തിലേക്ക് വന്ന് പെട്ടെന്ന് കഴുത്തങ്ങ് ഞെരിക്കാൻ തുടങ്ങും. സാറയാണെങ്കിലും മുത്തശ്ശി എന്താ ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ച് അവളാണെങ്കിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവര് പിടിയും വിടുന്നില്ല. അതേസമയം തന്നെ സാറ അടുത്തുള്ള ആ ഒരു ചുമരിലേക്ക് ഈ ഒരു മുത്തശ്ശിയുടെ നിഴൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ആ ഒരു മുത്തശ്ശിയുടെ തല മാത്രം, ആ ഒരു തല ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നതും എന്റെ മോനെ ഇത് കണ്ടിട്ട് അവള് നല്ലതുപോലെ പേടിച്ച് മുത്തശ്ശി എന്നെ വിടുന്നില്ല ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവര് വിടുന്നില്ല. ഇപ്പൊ അവര് നിഴലിൽ കാണിക്കുമ്പോൾ ആ ഒരു തല ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറിയിട്ട് സാറയോട് പറയും എന്നോടൊപ്പം തന്നെ ഇരിക്കെ, എവിടെയും പോകരുത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പൊ കാണിക്കുമ്പോൾ അവളുടെ മുകളിലേക്ക് എന്തോ തുള്ളി തുള്ളിയായിട്ട് വന്ന് വീഴാണ്. ഇവളാണെങ്കിലും പെട്ടെന്ന് തല തിരിഞ്ഞ് മുകളിലേക്ക് കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ ശരീരം ഉണ്ടല്ലോ അഴുകിയത്, അതിന്റെ വായിൽ നിന്നും ഒരുപാട് മീനുകൾ ഇങ്ങനെ താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ അവളാണെങ്കിലും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആ ഒരു മുത്തശ്ശിയെ നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു മുത്തശ്ശി നോർമലായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് ആ ഒരു മുത്തശ്ശി സാറയോട് പറയുന്നത് നിന്റെ കുട്ടിക്കാലത്ത് നമ്മൾ ഒളിച്ചു കളിക്കില്ലായിരുന്നു, നമുക്കിപ്പോഴും അതേപോലെ കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും ഇല്ലില്ല നമ്മളിപ്പോൾ വലുതായില്ലേ, അതൊന്നും കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഒരു മുത്തശ്ശി പറയും അതെന്താ കളിച്ചാലേ, എന്തായാലും നീ എന്നോടൊപ്പം ഒളിച്ച് കളിച്ചേ പറ്റൂ, അതുമല്ല ഇപ്പോൾ നമ്മൾ വളർന്നത് കൊണ്ട് റൂളും ചെറിയ രീതിയിലൊന്നും മാറ്റാൻ പോവാണ്, ഞാൻ നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ നിന്റെ ഒരു ചെവി ഞാൻ കട്ട് ചെയ്തെടുക്കും, അത് കഴിഞ്ഞ് വീണ്ടും നീ പോയി വിളിക്കണം, പിന്നെ ഞാൻ നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നിന്റെ രണ്ടാമത്തെ ചെവിയും ഞാൻ കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് മൂന്നാമത് നീ പോയി വിളിക്കുമ്പോൾ അപ്പോഴും ഞാൻ നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അപ്പോഴും നിന്റെ കഴുത്തായിരിക്കും ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം ഒരു മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സാറയാണെങ്കിലും ഇല്ലില്ല ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കരയാണ്. അപ്പൊ അവര് മുത്തശ്ശി പറയും നീ കളിച്ചില്ല എന്നുണ്ടെങ്കിലും ഞാൻ കളിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി ഒളിച്ചേ പറ്റൂ, പോയി ഒളിക്കി എന്ന് പറഞ്ഞ് അവരിങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കുന്നതും വേറെ വഴിയില്ല നമ്മുടെ സാറയ്ക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചേ പറ്റൂ. അപ്പോഴേക്ക് ഒരു മുത്തശ്ശിയാണെങ്കിലും 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണാൻ തുടങ്ങുന്നതും സാറയാണെങ്കിലും ഓടി ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഡോർ തന്നെ അടയുന്നു. അതേപോലെ തന്നെ ജനാലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജനാലകളെല്ലാം അടയാണ്. അപ്പോൾ എന്തായാലും അവൾക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യം പോയിട്ട് ഒരു കട്ടിലിനടിയിലേക്ക് വിളിക്കും, ശരി ഇവിടെ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ നേരെ ഒരു കബോർഡിനകത്തേക്ക് വിളിക്കും, ഇനി ഇവിടെയും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൾ അഴിച്ചിട്ട് ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അതെടുത്ത് ആ ഒരു കബോർഡിൽ അവിടെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുന്നതായിട്ടും ആ ഒരു ഡ്രസ്സ് വെളിയിലുള്ളതായിട്ടും സെറ്റ് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴേക്ക് ഓടി വന്ന് കിച്ചൺ ഭാഗത്തൊരു ഷെൽഫ് ഉണ്ട് അതിനടിയിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ് ഈ ഒരു മുത്തശ്ശിയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ആ ഒരു മുത്തശ്ശിയാണെങ്കിലും അവിടെ 1 മുതൽ 20 വരെ എണ്ണി കഴിയുന്നതും
അങ്ങനെ അവസാനം അവളെ കണ്ടുപിടിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ ആ ഒരു മുത്തശ്ശിയാണെങ്കിലും പതിയെ കിച്ചൺ ഭാഗത്തേക്ക് നടന്നു വരുന്നു. സാറ വിചാരിക്കും അവളെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു കാല് നോക്കിയേ ഇരിക്കുന്നത് മുത്തശ്ശി നടന്ന് അടുത്ത് വരെ വന്ന് ഇവിടെ ഇല്ലാന്നും പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നു. അപ്പോഴേക്കും സാറാ ആശ്വാസമായെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നതും അപ്പോഴേക്കും കാണിക്കുമ്പോൾ ആ ഒരു കബോർഡിനുള്ളിൽ നിന്നും ആ ഒരു മുത്തശ്ശിയുടെ ഗോസ്റ്റ് അങ്ങനെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ നീ പെട്ടല്ലേ എന്നും പറഞ്ഞ് അവളുടെ ഒരു ചെവി ആർത്തങ്ങെടുക്കുകയാണ്. സാറയാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് വരുന്നതും ആ ഒരു മുത്തശ്ശിയുടെ ഗോസ്റ്റ് അങ്ങനെ വന്നിട്ട് ഇനി രണ്ടാമത്തെ റൗണ്ടാണ്, ഞാൻ ഒന്നേന്ന് പറഞ്ഞ് എണ്ണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവളോട് വിളിക്കാൻ പറയും. എന്നിട്ട് എണ്ണാനും തുടങ്ങും. അപ്പോൾ ഈ സാറയാണെങ്കിൽ ഓടി ബാത്റൂമിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേ സമയം കാണിക്കുമ്പോൾ ആ ബാത്റൂമിന്റെ ജനാല ഉണ്ടല്ലോ അതിങ്ങനെയുണ്ട്. അപ്പൊ അതുവഴി പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് ആ ഒരു ജനാല ഇടിച്ചു പൊളിച്ച് അതുവഴി വെളിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ചാടുകയാണ്. ഒരു വിധത്തിൽ ചാടി പിടിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അവളുടെ വയറ്റില് തറച്ച് കയറുന്നുണ്ട്. എന്നിരുന്നാലും അവൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അതേസമയം ആ ഒരു മുത്തശ്ശിയാണെങ്കിലോ 16, 17, 18 എന്നതിന് പകരം നേരെ 19, 20 എന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നതും അവളാണെങ്കിലോ അതിന് മുന്നേ തന്നെ ആ ഒരു ജനാല വഴി ഒരു വിധത്തിൽ നേരെ താഴേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റി നല്ല സ്പീഡിന് റോഡിലേക്ക് ഓടും. ഓടി പോകുന്ന വഴിക്ക് താഴേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാർ ഈ റോഡിലൂടെ വന്ന് ഒരു ഒറ്റയിടി. അങ്ങനെ കാർ അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് ആരാണെന്ന് വെച്ചാൽ സാറയുടെ അമ്മ തന്നെയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ബോഡി എവിടെയാണെന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു ബോഡി കാണാനില്ല. പകരം ഒരു ജോഡി ചെരുപ്പാണ് കിടക്കുന്നത്. ആ ഒരു ചെരുപ്പിലും ഈ മന്ത്രവാദം ചെയ്തതുപോലെ നൂലെല്ലാം ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ സാറയുടെ അമ്മയാണെങ്കിലും ആ ഒരു ചെരുപ്പെടുത്ത് നേരെ കാറിന്റെ പുറകിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തവണ അവളുടെ അമ്മയെടുത്ത ആ ഒരു ചെരുപ്പ് അത് ആ ഒരു മുത്തശ്ശിയുടെ ചെരുപ്പല്ല, അത് സാറയുടെ ചെരുപ്പാണ്. കാരണം അതിൽ അവളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലേ. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ എല്ലാ കാര്യങ്ങളും റിവേഴ്സിൽ പോവാണ്. ഇപ്പോ സ്റ്റാർട്ടിങ് മുതലേ ആ ഒരു മുത്തശ്ശിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സാറയുടെ അമ്മ വീട്ടിലേക്ക് വന്നിരുന്ന് കരയുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ ദേഷ്യം കാരണം ആ ഒരു കോഫി കപ്പ് എടുത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കുമല്ലോ. സത്യത്തിൽ ആ ഒരു മുത്തശ്ശിയെ കാണാനില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. പക്ഷേ എതിർവശത്തുള്ളത് ഒരിക്കലും സാറയല്ലായിരുന്നു, സാറയുടെ ആത്മാവായിരുന്നു. ആ ഒരു ആത്മാവാണ് ഈ ഒരു കപ്പ് എടുത്ത് എറിഞ്ഞു ഉടച്ചത്. അതേസമയം തന്നെ അയൽപക്കത്തെ ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അവനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. അതും ഈ പ്രേതങ്ങളുള്ള വീടുകളുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ അവൻ സാറയുടെ അമ്മ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു വീടിനെ പറ്റി ഒരുപാട് വീഡിയോസ് എല്ലാം എടുത്തിടുന്നു. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അവൻ നേരെ അപ്ലോഡ് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു സ്ക്രീനിന്റെ പുറകിലെ ആ ഒരു മുത്തശ്ശിയുടെ ആത്മാവ് നിൽക്കുന്നത് പോലെ അവനാണെങ്കിലും പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഒന്നുകൂടി ആ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ മുത്തശ്ശിയുടെ ആത്മാവും ഉണ്ട്, അതേപോലെ തന്നെ സാറയുടെ ആത്മാവും ഉണ്ട്. അതുമല്ലാതെ കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ ആത്മാവും അതേപോലെ തന്നെ സാറയുടെ ആത്മാവും കൂടി ചേർന്നിട്ട് ആ ഒരുത്തന്റെ കഴുത്തറുത്ത് അവനെ കൊല്ലുകയും ചെയ്യാണ്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് സാറയ്ക്ക് അവളുടെ അമ്മയോടൊപ്പം ജീവിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവളെ വളർത്തിയത് അവളുടെ മുത്തശ്ശിയാണ്. അതുപോലെ ഒരവസരത്തില് സാറയ്ക്ക് അവളുടെ അമ്മയോട് ഒരിക്കലും ജീവിക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്താണ് അപകടം സംഭവിച്ച് അവള് മരിച്ചത്. അങ്ങനെ അതിനുശേഷം സാറയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരമ്മ ഒരു മന്ത്രവാദ ചടങ്ങ് ചെയ്യുന്നു. അതിലൂടെ സാറയുടെ ആത്മാവ് തിരിച്ച് ഈ ഒരു വീട്ടിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മുത്തശ്ശിക്കും അവരുടെ ജന്മദിനത്തിന്റെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പുഴയുടെ അടുത്തേക്ക് പോയിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ആ ഒരു മുത്തശ്ശിയും കാലുവഴുതി എങ്ങനെയോ പുഴയിലേക്ക് വീഴുന്നതും അവർ മരിച്ചതിന് ശേഷം സാറയുടെ അമ്മ വീണ്ടും ആ ഒരു മുത്തശ്ശിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലെ ഒരു മന്ത്രവാദ ചടങ്ങ് ചെയ്യുമ്പോൾ പക്ഷെ ആ ഒരു ചടങ്ങില് സാറയുടെ അമ്മയ്ക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ട് മറ്റൊരാത്മാവാണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്നതും അത് കഴിഞ്ഞ് ആ ഒരു ആത്മാവ് സാറയുടെ ആത്മാവിനെ ആ ഒരു വീട്ടിൽ നിന്നും പുറത്താകാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ടാണ് സാറയുടെ ചെരുപ്പ് ആ ഒരു റോഡിൽ കിടന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരുടെ വീട്ടിലുള്ളത് ഒരിക്കലും ആ ഒരു മുത്തശ്ശിയുടെ ആത്മാവല്ല, അത് മറ്റേതോ ഒരു ആത്മാവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മൂവി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇപ്പൊ ഇവിടെ വെച്ച് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരയ്ക്കും ബൈ.